بسم الله الرحمن الرحيم سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم من أحبني كان معي في الجنة ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ ഉലമാക്കൾ കരളിൻ്റെ കട്ടകളായ മുതഅല്ലിമുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു വമൻ യുഅള്ളിം ശആഇറല്ലാഹ് അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച വസ്തുവിനെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് അത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള യഥാർത്ഥ തഖ്വയിൽപ്പെട്ടതാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഷിആർ അടയാളം എന്തൊക്കെയാണ് ഒന്നാമത്തെ ഷിആർ അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ മുർസലുകൾ അവരാണ് 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന അമ്പിയ മുർസലുകൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റസൂലും നബിയും അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ്. അവിടെ മുതൽ ഖാതിമുൽ അംബിയാ അവസാനത്തെ നബിയായ അവസാനത്തെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവസാനിക്കുന്ന 2,24,000 പരം വരുന്ന അംബിയ മുർസലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മഹത്വങ്ങൾ ഉള്ള പലതും എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. മഹത്വം, ബഹുമാനം, ശ്രേഷ്ഠത ഉള്ള വിവിധ വസ്തുക്കളെ അല്ലാഹു എടുത്ത് സത്യം ചെയ്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വിധത്തിലുള്ള മഹത്വം ആണ്. ചിലത് ആന്തരികമായ മഹത്വമുള്ളത്,
മറ്റു ചിലത് ജനങ്ങൾക്ക് ഭൗതികമായ നേട്ടം ഉള്ളത്, മറ്റു ചിലത് ഭൗതികവും പാരത്രികവുമായ നേട്ടമുള്ളത്. ഇങ്ങനെ പലതിനെയും അല്ലാഹു തആല എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വൽ അസ്ർ, സമയം അല്ലാഹു തആല സത്യം ചെയ്തു. സമയത്തെ തന്നെ സത്യം. കാരണം സമയം വളരെ വില പിടിച്ചതാണ്, വളരെ വില പിടിച്ചതാണ് സമയം. നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. അങ്ങനെ എല്ലാം സത്യം ചെയ്തുവെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടില്ല, ഒരു നബിയെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല, ഒരു റസൂലിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ, നബിതങ്ങൾ ഒഴികെ മറ്റൊരു നബിയെ കൊണ്ടും ഒരു റസൂലിനെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. ലഅംറുക, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ജസദ്, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരം, അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നബിയെ. ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് സത്യം ചെയ്യുന്നു. അതിൽ എല്ലാം പെട്ടു, ശഅർ പെട്ടു, മറ്റെല്ലാം പെട്ടു. എന്നാൽ ശഅർ കൊണ്ടും മുഖം കൊണ്ടും പ്രത്യേകമായി സത്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തങ്ങളോട് ഒരു ചോദ്യം. വല്ലഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീനുർ റാസിയുടെ തഫ്സീറുൽ കബീർ നോക്കിയാൽ കാണാം ഒരു ചോദ്യം. വല്ലഹാ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും, വല്ലൈലി എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്കും ഉദ്ദേശമാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു, നഅം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വല്ലുഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. ഓ ഹബീബായ നബിയെ, അവിടുന്ന് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കടന്നാൽ അവിടെ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും പ്രശോഭിതമായ മുഖമാണ് നബിയെ തങ്ങളുടെ മുഖം. അതാണ് വല്ലുഹാ, രാവിലെ പ്രഭാത സമയത്ത് സൂര്യൻ ഉദിച്ച് 8-9 മണിയാകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പോലെ ലോകത്ത് മുഴുവനും അടിച്ചു വീശുന്ന പ്രകാശമുള്ള മുഖം റസൂലുള്ളാഹിന്റെ മുഖത്തെ തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലുള്ള ഏറ്റവും കറുപ്പുള്ള ഭംഗിയുള്ള ആ ശഅർ മുബാറക്ക് തന്നെ സത്യം. മുടിയെ കൊണ്ട് സത്യം ചെയ്തു, മുഖം കൊണ്ട് സത്യം ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഇങ്ങനെ ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ അവിടുത്തെ ശഅർ മുബാറക്ക് കളഞ്ഞു. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ
മക്ക മുശ്രിക്കുകൾ തടഞ്ഞു. അവസാനം ബൈഅത്ത് ചെയ്ത് ഉടമ്പടി ചെയ്ത് അടുത്ത കൊല്ലം വരാമെന്ന് സമ്മതിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്ത് ആകയാൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം. അതിനുവേണ്ടി മുടി കളഞ്ഞു. എവിടെ വെച്ച്? ഹുദൈബിയയിൽ വെച്ച് മുടി കളഞ്ഞു. ആ കളഞ്ഞ മുടി ഒരു മരത്തിന്റെ കഷ്ണത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ ആ മുടി മുഴുവനും സഹാബത്ത് എടുത്തു. അവർ ഓഹരി ചെയ്തെടുത്തു. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ഹുദൈബിയ സന്ധിയിൽ രണ്ടാമതായി അടുത്ത കൊല്ലം ഉംറക്ക് വരുന്നു. ആ സമയത്ത് ഉംറ ചെയ്തതിൻ്റെ ശേഷം തഹല്ലുലിന് വേണ്ടി അവിടുത്തെ ഷഅർ വീണ്ടും കളയുന്നു. അതും സഹാബത്ത് കൈവശപ്പെടുത്തി. മൂന്നാമതായി ജിഅ്റാനത്ത് എന്ന സ്ഥലത്ത് പോയി ഉംറ ചെയ്തു. ആ ഉംറ ചെയ്ത് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ തലയിലെ മുടി വെട്ടിക്കുകയാണ് ചെയ്തത്. ഉംറ ചെയ്യുന്നവർക്ക് മുടി വെട്ടിയാലും മതിയെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ തലമുടി വെട്ടിച്ചു. ആ മുടിയും സഹാബത്ത് കൈവശപ്പെടുത്തി, സഹാബത്ത് സൂക്ഷിച്ചു. നാലാമതായി ഹജ്ജത്തുൽ വദാഇൽ, അതാ ജനലക്ഷത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് 1,40,000-ലധികം വരുന്ന സഹാബികളെ മുമ്പിൽ മുടി കളയിച്ചുകൊണ്ട് ആദ്യമായി വലഭാഗത്തെ മുടി അങ്ങ് കളയിച്ചു. ആ കളഞ്ഞ മുടി അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അതാണ് ഖസ്റജ്. നേരത്തെ പറഞ്ഞല്ലോ, ഖസ്റജ് ഇന്ന് ലോകത്തുള്ള അൻസാറുകളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം അൻസാരിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കൈവശത്തിൽ വലഭാഗത്തെ മുടി കൊടുത്തു. രണ്ടാമതായി തലന്റെ നേരെ മധ്യത്തിലുള്ള മുടി കളയാനൊരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അഅ്തിനീ നാസിയതക യാ റസൂലല്ലാഹ്, അവിടുത്തെ തലന്റെ മുതുവിലുള്ള ആ നെറുവന്തലയിലുള്ള മുടി എനിക്ക് തരണം. അത് കളഞ്ഞിട്ട് അതാ ഖാലിദ് ഇബ്നുൽ വലീദിന് കൊടുത്തു. ആ മുടിയായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് പടത്തൊപ്പിയുടെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിക്കുകയും തൊപ്പി വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തതുകൊണ്ട് അസ്സൈഫുൽ മസ്ലൂൽ എന്ന പേര് ലഭിച്ച് ഒരൊറ്റ യുദ്ധത്തിലും പരാജയപ്പെടാതിരുന്നത്. അങ്ങനെ മൂന്നാമതായി ഇടഭാഗത്തെ മുടി കളയുമ്പോൾ ആ മുടിയും കളഞ്ഞുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുന്നു, ഈ ഇടഭാഗത്തെ മുടി ഇപ്പോൾ തന്നെ നീ ഇവിടെ ഓഹരി ചെയ്തു കൊടുക്കണം, ജനങ്ങൾക്ക് ഓഹരി ചെയ്തു കൊടുക്കണം. അങ്ങനെ ആദ്യമായി ഇടഭാഗത്തെ മുടി ഹജ്ജത്തുൽ വദാഇൽ 1,40,000-ൽ പരം വരുന്ന സഹാബികൾക്ക് ഓഹരി ചെയ്തു കൊടുത്തു. അതുപോലെ മധ്യത്തിലുള്ള മുടി മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. വലഭാഗത്തുള്ള മുടിയും പിന്നീട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ ഓഹരി ചെയ്തു കൊടുത്തു. അതിൽപ്പെട്ടതാണ് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഏതാനും ഷെയറുകൾ ഉണ്ടായിരുന്നു. രോഗികൾ വരുമ്പോൾ ആ ഷെയർ എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. കെട്ടുകഥയും നോവലും അല്ല. അങ്ങനെ സഹോദരങ്ങളെ, ലോകത്തെല്ലാമുണ്ട്. വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ മർഹൂം 6 മരക്കാർ ഹാജിയെ ഓർക്കുകയാണ്. വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഞാൻ പഠിച്ചു. 1963 ഡിസംബർ 30 അവിടെ നിന്ന് സനത് വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാനിവിടെ വന്ന് മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ഏറ്റെടുത്തു. ഒരു ദിവസം 6 മരക്കാർ ഹാജിയുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിലെ ഷെയർ മുബാറക്കിട്ട് വെള്ളം കൊടുക്കുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾക്കൊന്ന് പോകണം. അവിടെ നിന്ന് ബാഖിയാത്തുസ് സാലിഹാത്തിൽ പോയി
റബീഉൽ അവ്വൽ 12 അന്ന് അവിടെ ഷഹർ മുബാറക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് കാണുകയും ആ വെള്ളം വാങ്ങി മരക്കാർ ഹാജിയും ഇമ്പിച്ചി മൊയ്തീൻ ഹാജിയും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ മരക്കാർ ഹാജി പറഞ്ഞു, നമ്മൾ ഏതായാലും ഇവിടെ വന്നല്ലോ, ഈ കുട്ടികൾക്കതൊക്കെ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ബാക്കിയാത്തു സാലിഹാത്തിലെ കുട്ടികൾക്ക് മുഴുവൻ കുട്ടികൾക്കും ബിരിയാണി വെപ്പിച്ച് കൊടുത്തു അന്ന്. ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് മുഴുവനും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഹിബ്ബീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്ക് അത് വെള്ളത്തിലിട്ട് കൊടുക്കുന്ന പതിവും അത് കുടിക്കുന്ന പതിവും ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ബോംബെ സക്കരിയ മസ്ജിദ് എന്ന ഒരു മസ്ജിദ് ഉണ്ട്. ബോംബെയിലെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളിയാണ്. ആ ജുമാഅത്ത് പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ വലിയ ആഘോഷത്തോടുകൂടി ഷഹർ മുബാറക്കിന്റെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, പ്രദർശനത്തിന് വെക്കാറുണ്ട്. അത് എനിക്ക് എവിടെ നിന്ന് ഷഹർ മുബാറക്ക് കിട്ടിയോ അവിടെ നിന്ന് തന്നെയാണ് ആ സക്കരിയ മസ്ജിദിലുള്ള ഷഹർ മുബാറക്കും ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ പോയി നോക്കൂ, 10,000 ആളുകളും 100 ആലിമീങ്ങളും സക്കരിയ മസ്ജിദിൽ റബീഉൽ അവ്വൽ 12 വരാറുണ്ട്. അങ്ങനെ ലോകത്തെല്ലാം ഉള്ളതാണ്. നാഗൂർ ഷരീഫ് ഒരു സ്ഥലമുണ്ട്. നാം സിയാറത്തിന് പോകുന്ന നാഗൂരല്ല, ജോധ്പൂർ ജയ്പൂരിനടുത്ത് നാഗൂർ ഷരീഫ് ഉണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായ ഹമീദുദ്ദീൻ നാഗൂരി എന്ന മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ മഖാം ഒന്നുമില്ല, ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അവരിരുന്നത്. ആ മരം ഇപ്പോഴും ഉണ്ട്, 100 കൊല്ലമായിട്ട് ആ മരം ഇങ്ങനെ കെട്ടിപ്പടച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലാണ് അവിടുത്തെ ഖബറുള്ളത്. നാഗൂർ ഷരീഫിലും ഷഹർ മുബാറക്ക് ഉണ്ട്. അങ്ങ് പല സ്ഥലങ്ങളിലും ഉലമാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും അത് ഉപയോഗിക്കുകയും വിതരണം നടത്തുകയും ചെയ്യാറുണ്ട്. ആ നിലക്ക് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മർകസ് സഖാഫത്ത് സുന്നിയ അന്നും ഇന്നും നടക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ നോക്കൂ, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. മർകസ് സ്ഥാപിച്ച സ്ഥലത്ത് നമുക്ക് ആ ഭൂമി വേണം, ഈ ഭൂമി വേണം എന്നിങ്ങനെ പറയുമ്പോൾ അത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഓരോ ഭൂമിയിലേക്കും ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ഭൂമികൾ മുഴുവനും മർക്കസിന് ലഭിച്ചു. വേറെ ഒരു സ്ഥലം ഉണ്ട്, ആ സ്ഥലം വളരെ ആവശ്യപ്പെട്ട സ്ഥലമാണ്. ഞാൻ 10-ലധികം പ്രാവശ്യം പറഞ്ഞു അത് നമുക്ക് കിട്ടണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നീട് വേണ്ടതുപോലെ വരും എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞമ്മക്ക് ആ ഭൂമി കിട്ടിയിട്ടില്ല. മർക്കസിലേക്ക് അങ്ങോട്ട് കടക്കുന്ന വഴിക്കലുള്ള വീട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ബാക്കി അവിടുന്ന് ചൂണ്ടിക്കാണിച്ചെന്നതെല്ലാം കിട്ടിയിരുന്നു. ആ നിലക്ക് ഹയാത്ത് കാലത്തും മൗത്തിന് ശേഷവും അവിടുത്തെ നിയന്ത്രണം ഉണ്ട്. ആ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇതും ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വളരെ സത്യസന്ധമായി ലഭിച്ചതാണ്, വളരെ സന്തോഷത്തിൽ ലഭിച്ചതാണ്. മർകസ് സഖാഫത്ത് സുന്നിയയിൽ 2 പ്രാവശ്യം ലഭിച്ചു. രണ്ടാമത്തേത് ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നു, ആദ്യത്തേത് അല്ലാതെ തന്നു. ഏതായിരുന്നാലും ഇത് വളരെ സത്യസന്ധമായി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കുന്നു. ഇതിനാരെങ്കിലും അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകും, ഈമാൻ തെറ്റിപ്പോകും. ഇവിടെ പ്രസംഗിക്കുന്നതിന് പേടിയൊന്നും ആർക്കുമില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ നിഅമത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ മുഅ്മിനാക്കി തന്നു. നമ്മുടെ ഈ ഇസ്ലാമിനെ പഠിച്ചു തന്നു, ഈമാനിനെ പഠിച്ചു തന്നു. അത് വലിയ നിഅമത്താണ്. അല്ലാഹു തആലയുടെ നിയമത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിയ ആളുകൾ അത് ഊരിപ്പോകുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഉപദേശിക്കാനുള്ളത്. അതുകൊണ്ട് ഈമാൻ ഊരിപ്പോകുന്ന വാക്കുകൾ ആരും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തങ്ങളെ എല്ലാ കാര്യങ്ങളും
പൂർണ്ണമായി ബഹുമാനിക്കണില്ലെങ്കിൽ പിന്നെ ഓ മൂമിനാവില്ല. നമ്മളൊരു ബാഹ്യമായ വീക്ഷണമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആന്തരികവും. ഞാൻ 40-ൽ പരം കൊല്ലം മഹാനായ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മുഴുവനും എൻ്റെ മഹാനായ ഷെയ്ഖ് അല്ലാമ ഒലിയില്ലാഹി ഖുത്ബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മശൂർ ബിസിഎമ്മിൽ മടവൂരി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ലോകത്ത് വന്ന സർവനാശനാശനങ്ങളും മുസീബത്തുകളും ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊലപ്പുള്ളിയാക്കി, വ്യഭിചാരിയാക്കി, എല്ലാം ആക്കിയെങ്കിൽ തന്നെയും സുലൈമാൻ ഉസ്താദ് പറഞ്ഞ പോലെ ലാ യദുറുഹും മുഖാലഫും അങ്ങനെയുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്നും ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും ഈ കാണുന്ന പ്രപഞ്ചത്തിലൊട്ടായി ഇലാഹിയായ പ്രകാശം തരുന്ന മഹാനായ അല്ലാമ വലിയില്ലാഹ് ഖുത്ബുൽ ആലം മുഹമ്മദ് അബൂബക്കർ മശൂർ ബിസിഎമ്മിൽ മടവൂരി അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വിജ്ഞാനവും നൽകി ആദരിക്കപ്പെട്ട മഹൽ വ്യക്തിയായതുകൊണ്ട് ഈ ലോകത്ത് സർവ്വ പ്രശ്നത്തിനെയും പരിഹാരം അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയർ മുബാറക്കും അവിടെ എത്തപ്പെട്ടത്. അതിൻ്റെ മൽജ്, അതിന് സൂക്ഷിപ്പ് സ്ഥലവും അതുതന്നെയാണ്. സോയില റഹിമഹുല്ലാ ബഹുമാനപ്പെട്ട ജർത്തിനോട് ചോദിക്കപ്പെട്ടു, അൻ ഷഖ്സിൻ ഇൻദഹു ശഅറത്തും മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാ ഖീല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഷഖ്സ്, ഒരു മനുഷ്യൻ, ഒരു വലിയെന്നല്ല, അയാളൊരു സയ്യിദാണെന്ന് പറഞ്ഞിട്ടില്ല, അയാളൊരു ആലിമാണെന്ന് പറഞ്ഞിട്ടില്ല, അയാളൊരു ആരിഫാണെന്ന് പറഞ്ഞിട്ടില്ല. അൻ ഷഖ്സിൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട്. ശഅറത്തും മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മുടി. അവിടെ അലാ മാ ഖീല ചോദ്യത്തിൽ തന്നെ ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലെ വ്യക്തിന്റെ കൈവശത്തിലൊരു മുടിയുണ്ട്. ഈ മുടി അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചതാ. ആ വീട്ടിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും ആ പെട്ടി തുറന്ന് അദ്ദേഹം ആ മുടി ആവശ്യപ്പെടുന്നവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആളുകൾ വന്ന് ഈ മുടി കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഹദിയയും നൽകും. ആ ഹദിയ അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് പിന്നീട് അക്കാര്യം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് രണ്ടുപേരും മരിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളെ കയ്യിലാണ് ഇപ്പൊ ആ മുടിയുള്ളത്. അവിടെയാണ് ചോദ്യം വരുന്നത്. ആ കുടുംബങ്ങൾ ഈ മുടിയിൽ നിന്ന് ലഭിക്കുന്ന ഹദിയ പിതാക്കന്മാരുടെ മീറാസായി അനന്തരാവകാശമായിട്ടാണോ അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മക്കളുടെ കൂട്ടത്തിൽ പുരുഷന്മാർക്ക് 2, പെൺകുട്ടികൾക്കൊന്നും ഈ രീതിയിലാണോ? അതല്ല, അത് സമമായി തന്നെയാണോ ഈ മക്കൾ അത് ഉപയോഗിക്കേണ്ടത്? നോക്ക് നിങ്ങൾ, ഇബ്നു ഹജറുൽ ഹൈതമി എന്ന മഹാപണ്ഡിതനോടാണ് ഈ ചോദ്യം. ആരംഭ റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറയപ്പെടുന്ന ഒരു മുടി ആ ഷഖ്സിന്റെ കൈവശത്തിലുണ്ട്. ഒരു വലിയെന്നോ ഒരു ആലിമെന്നോ പറയാതെ ഒരു ഷഖ്സ്. ഇബ്നു ഹജർ തങ്ങൾ ചോദിച്ചിട്ടില്ല ആ ഷഖ്സ് ആര്? അയാൾ പണ്ഡിതനാണോ? ഇബ്നു ഹജർ ചോദിക്കുന്നില്ല. അയാളൊരു വലിയാണോ? ഇബ്നു ഹജർ അന്വേഷിക്കുന്നില്ല. അയാളൊരു സയ്യിദാണോ? ഇബ്നു ഹജറിനെ സംബന്ധിച്ചതിനെ പറ്റി അന്വേഷണമില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കുന്നതിന്റെ മെയിൻ പോയിന്റ്, ഈ മുടി ലഭിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികത്ത് വരുന്നവർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കുകയും ഒരു ഹദിയ സ്വീകരിക്കുകയും ചെയ്യും. അവർ കൊടുക്കുമ്പോൾ നിർബന്ധിച്ച് വാങ്ങുന്നില്ല. ഈ ഹദിയ സ്വീകരിക്കുന്ന വിഷയം തലമുറയിലേക്ക് മാറിയപ്പോ അനന്തരാവകാശമായിട്ടാണോ അതല്ല സമമായിട്ടാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ചതോ? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഒരു മനുഷ്യന്റെ കൈവശത്തിലുണ്ട്. ആ മുടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇബ്നു ഹജർ ഹൈതമിയോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ മറുപടി കേൾക്കുക. നിങ്ങൾ ഫതാവൽ കുബ്രയിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി മറുപടി പറയുന്നു, നഫഅല്ലാഹു തആല ഇന്നഹാ ശഅറത്തും മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ. ആ മുടി വളരെ മഹത്വമുള്ളൊരു മുടിയാണ്, ശരീഫത്തായ മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്നല്ലേ പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ മുടി ശരീഫത്തായ മുടിയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടി ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കുകയും അത് അതിൻ്റെ എല്ലാ ആദരവോടെയും മർക്കസ് സഖാഫത്തി സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയ ഉടനെ ആദ്യത്തെ റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിൻ്റെ ആ വെച്ച പെട്ടിയൊന്ന് തൊട്ടുമുത്തുകയും
ശേഷം ആ മുടി മുക്കിയ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എൻ്റെ വന്യരായ ഉമ്മ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംസമും ഈ വെള്ളവും സമ്മിശ്രമായി മരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉമ്മാക്ക് മുക്കിക്കൊടുത്തത്, വായിൽ ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നു. അപ്പം ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവിടുത്തെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അല്ലാഹു അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്നേരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ, സാദാത്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ, അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. 40 ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളാണ്. അങ്ങനത്തെ 40 പേര് പറയാൻ ഇവിടെ ഒരു സംഘടനക്കും കഴിയില്ല. അല്ലെങ്കിൽ 40 മുസാവറങ്ങളെ പേര് അവരൊന്ന് പരസ്യമായി പറയട്ടെ, കഴിയില്ല. കാരണം ഏതെങ്കിലും കുട്ടികളല്ല സമസ്തയുടെ മുസാവറങ്ങൾ, വലിയ വലിയ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾ മുഴുവനും ഒരേ ചരടിൽ കോർത്തതുപോലെ. രണ്ടഭിപ്രായം ആർക്കും ഇവിടെയില്ല. ഷെറേ മുബാറക്കിന്റെ വിരോധിയാണ് ഞാൻ എന്ന് പറയുന്നു. ആരാണ് ഈ പറയുന്നത്? കുറച്ച് നേരത്തെ അവരുടെ എന്തോ ഒരു വാർഷികം നടന്നപ്പോൾ അന്ന് പറഞ്ഞു, ഇപ്പം ഇയാൾ ഇങ്ങോട്ട് വരും. അന്നിപ്പോൾ ഇതൊന്നും വിവാദമില്ല, ഇപ്പം അങ്ങോട്ട് വരും അയാൾ അവരെ സ്റ്റേജിക്ക്. അപ്പം ഞാൻ പറയുന്നത് അതെന്താ, അതിങ്ങനെ ഫിത്തന ഉണ്ടാക്കുകയാണ്. ഞാൻ അവരിലേക്ക് ഇത് അടുത്ത് വന്നിരിക്കുന്നു, ഇപ്പം അങ്ങോട്ട് വരും അന്ന് പറഞ്ഞതാ. അതിനാണെങ്കിൽ പേരിന് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി സ്ഥലത്തേക്ക് ഞാൻ എൻ്റെ വണ്ടി പോയപ്പോൾ ഡ്രൈവറിനോട് പറഞ്ഞു, ഉസ്താദ് ആയിക്കൂടെ പോകണ്ട, അവിടെ സമ്മേളനം നടക്കുകയാണ്, അവരെന്തെങ്കിലും പറയും. അപ്പം ഞാൻ പറഞ്ഞു, നേഷണൽ ഹൈവേ റോഡല്ലേ, കൂടെ പോകാൻ പറ്റുമോ? എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പിന്നെ വളഞ്ഞു പോവേ, കൂടെ പോകാം. അങ്ങനെ പോയി. അപ്പം പറഞ്ഞു, ഇപ്പം നീ കൂടാണ് പോയി വിശ്രമിക്കാണ്, അടുത്ത സമയം ഇങ്ങോട്ട് വരുന്നു, കാത്തിരുന്നോളി നിങ്ങൾ. ആരാണ് അതിലേക്ക് പോവുക? അതിലേക്ക് ഒരാൾ പോയാൽ അവന് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു, ഒരു സംശയം വേണ്ട, എല്ലാം നഷ്ടപ്പെട്ടു. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല, ഫിത്തനയുടെ എഡ് എന്ന് വേണം പറയാൻ. ആ നിലക്കുള്ള ഫിത്തനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നുമല്ല, വെറും ഫസാദ് ഉണ്ടാക്കലല്ലാതെ മറ്റെന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ, മഹല്ലാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പേക്കോത്തുകളുണ്ട്? അതിനെതിരെ ഒരു വാക്ക് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങളെ കയ്യിലാണ് മഹല്ലുകളൊക്കെ എന്ന് പറയുന്നവർ ആ മഹല്ലുകളിലേക്ക് അതിനെക്കുറിച്ച് സർക്കൂറിന് കൊടുക്കാൻ ഇന്നേ വരെ ഇവർ തുനിഞ്ഞിട്ടുണ്ടോ? വിദഈ കക്ഷികൾ കടന്നാക്രമണം നടത്തുന്നു, അതിനെതിരിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. ആകെ മുഫത്തിസ്മാരയക്കുന്നതും സർക്കുലർ കൊടുക്കുന്നതും ഒക്കെ AP വിഭാഗക്കാരെ അടിച്ചമർത്താൻ, ഇത് മാത്രം അജണ്ടാക്കിയ ഒരു കൂട്ടം. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അവർക്കൊരു രോഗമാണ്. അള്ളാഹു ആ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ എന്ന് നമ്മൾക്ക് ദുആർക്കാം. ഇല്ലെങ്കിൽ അവർ ഷെറിൽ നിന്ന് ഈ സമൂഹത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്രേ പറയാനുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഷെറേ മുബാറക്ക് മർക്കസിൽ വന്നപ്പോൾ അന്ന് ഇവരൊരു പ്രസംഗിച്ചു. അതിന് സനദില്ലാത്ത മുടിയാണ് ആ മുടി. സനദുള്ള മുടി ആകെ 2-3 സ്ഥലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് സനതെല്ലാം കൂടി പറഞ്ഞു നോക്കുമ്പോൾ ഒന്ന് ഖസ്റജിയുടെ അരികിൽ അബൂദാബിയിൽ ഒരു മുടി സൂക്ഷിപ്പുണ്ട് എന്നാണ്. ആ ഖസ്റജി അതേ മുടിയായിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂദാബിയിൽ നിന്ന് വന്നപ്പോൾ ഖസ്റജി എനിക്കൊരു മുടി തന്നിക്കണെന്ന് പറഞ്ഞിട്ട് വന്നതല്ല. പിന്നെയോ ആ ഖസ്റജി വന്നു. എവിടെ വന്നത്? ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ മർക്കസിൽ ഖസ്റജി വന്നു, സ്വകാര്യമായി ഉസ്താദിന് കൊടുത്തു. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ പൊതു സ്റ്റേജിൽ വെച്ച് അവസാനത്തെ ദിവസം പൊതുസമ്മേളനം നടക്കുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കളാണ് അവിടെ 1-ാം സഫിലും 2-ാം സഫിലൊക്കെ ഉള്ളത്. അവരെ മുമ്പാകെ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് വളരെ അതിൻ്റെ ആദരവോടെ ആ കൊണ്ടുവന്ന മുടി കൊടുക്കുകയാണ്.
ഇത് എത്ര ആളുകളാണ് കണ്ടത്? ഇത്രയും ജനങ്ങളെ മുമ്പാകെ ആ ഖദർജ് കൊടുക്കുകയും അത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഖദർജിന്റെ മുടിക്കും സനദില്ലാണ്ടായി. അതുവരെ ഖദർജിന്റെ മുടിക്ക് സനദുണ്ടായി, അപ്പൊ അതും സനദില്ലാണ്ടായി. ഇനി ആര് കൊണ്ടുവന്നത് ഈ സനത് ശരിയാണെങ്കിൽ? അതാണ് നേരത്തെ ചെറിയ പി ഉസ്താദ് പറഞ്ഞത്, ഇസ്ലാമിന് ഇവിടൊക്കെ നിയമങ്ങളുണ്ട്, തബറുക്കാത്തുകൾ. അതൊക്കെ പണ്ടും ഇന്നും നിലനിൽക്കുന്ന എത്രയോ സ്ഥലങ്ങൾ അവിടൊക്കെ സനത് നോക്കിയല്ല. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഇരുന്നൊരു കസേര അവിടെ ഒരു വീട്ടിലുണ്ട്, മാടഞ്ചനയിൽ ഒരു വീട്ടിലുണ്ട്. ആ വീട്ടിൽ ആ കസേര കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുത്തുബി ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ ഇവിടെ വന്നിരുന്നു, അന്ന് ഞാൻ ഈ കസേര ബഹുമാനപ്പെട്ടവർക്ക് എടുത്തു കൊടുത്തു ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ വരുമ്പോൾ ആദ്യമേ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പ പറയുന്ന ഞാൻ കേട്ടിരിക്കുന്ന അയാൾ പറയാ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വന്ന് ബറക്കത്തിന് വേണ്ടി അവിടെ ഇരുന്നു. അപ്പോ മഹാനായ കുത്തുബി തങ്ങളവറുകൾ, എന്നാൽ ഞാൻ ആ ബറക്കത്തിന് വേണ്ടി ഒന്ന് എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഈ കഥ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തത്, ഈ കൂട്ടർ പറയും ആ കസേര മമ്പറം തങ്ങളെ കസേര നിന്ന് സനത് വേണം, മമ്പറം തങ്ങളെ കസേരയാണെന്ന് സനത് വേണം എന്ന് പറയില്ലേ? ഈ ഇരിക്കുന്ന ഈ പറഞ്ഞ ആളും മമ്പറം തങ്ങളുടെയും കാലം എത്ര പഴക്കമുണ്ട്. എന്നാൽ നേരത്തെ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ഫത്താവയിൽ നിന്ന് എ.പി. ഉസ്താദ് വായിച്ചതുപോലെ ഒരു മുടി ഒരാളെ കയ്യിലുണ്ട്, അത് നബിത്തങ്ങളെ മുടിയാണെന്ന് പറയുന്നു. കമാ ഖീല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ മഹാനവറുകൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് സനതൊന്നുമില്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആ മസല, ആ ചർച്ചയൊക്കെ വെറുതെയാണ്, അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്നുള്ള തെളിവൊന്നുമില്ല എന്നല്ല പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമം, അത് ഹദിയ സ്വീകരിക്കുന്ന നിയമവും, അത് ഹദിയ സ്വീകരിക്കുമ്പോൾ അത് കൊടുക്കേണ്ട നിയമവും, അത് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം എന്ന പോലെ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഖസ്സലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മവാഹിബുൽ ലദുന്നിയ ഫിൽ മിനനിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിന്റെ 2ാമത്തെ വാല്യം 20ാമത്തെ പേജിൽ ഇതേപോലെ മഹാനവറുകൾ പറയുന്നുണ്ട്, ഞാൻ ഹിജറ 897 മക്കയിൽ ചെന്നു. ദുൽഖഅദ് മാസത്തിലായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാളുടെ കയ്യിൽ അബൂ ഹാമിദിൽ മുർഷിദി എന്ന പേരുള്ളൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മുടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്നാണ് അവിടെ പ്രചരിച്ചിട്ടുള്ളത്. ഞാൻ അത് പോയി സന്ദർശിച്ചു. സനദില്ലാത്ത മുടിയാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞു എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ തബഖാത്തു ശാഫിയ്യത്തുൽ കുബ്രയുടെ ആദ്യം മുതൽ അതിൻ്റെ അവസാന ഭാഗം വരെ, 8ാമത്തെ വാല്യത്തിന് അവസാനം വരെ നോക്കിയാൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ അവിടെ കാണും, വ ഇൻദഹു ശഅറത്തുൻ, അയാൾ അരികിൽ ഒരു മുടിയുണ്ട്. യുഖാലു ഇന്നഹാ മിൻ ശഅരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ മുടികളിൽപ്പെട്ട ഒന്നാണ് എന്ന് പറയപ്പെടുന്നു. എന്നിട്ടോ സനദില്ലാത്തതുകൊണ്ട് തള്ളി എന്നല്ല പറയുന്നത്. യസൂറുഹന്നാസു, ജനങ്ങൾ അതിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. വയതബറകൂന ബിഹി, അതുകൊണ്ട് അവർ ബറക്കത്തെടുക്കുന്നു. അപ്പൊ ഈ നിലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയ മുടി അത് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു നിഅമത്താണ്. ബഹുമാനപ്പെട്ട വന്യരായ ബാപ്പു ഉസ്താദ്, അള്ളാഹു കൊടുത്തേക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, എന്നോട് സമയത്ത് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒക്കെ ഏപ്പിൻ്റെ കൂടെ ഓതുന്ന കാലത്ത് ഞാൻ അവരുടെ എല്ലാം സീനിയറാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷേ എൻ്റെ അറിവിൽ ഈ അടുത്ത കാലത്തൊന്നും, അല്ലെങ്കിൽ നമ്മളെ ഉസ്താദുമാരുടെ കാലഘട്ടങ്ങളിലൊന്നും എ.പി. ഉസ്താദിന് അള്ളാഹു കൊടുത്ത സഅത്ത് പോലെ, മൂപ്പർ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്, വിശാലത പോലെ മറ്റൊരാൾക്കൊരു സഅത്ത് വിശാലത ചെയ്തു കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു അത്രയും വീതി ചെയ്തു കൊടുത്തിരിക്കുന്നു. അതാണ്
ഈ ഹസദുകൾക്കൊക്കെ കാരണം. എൻ്റെ വന്യരായ കോട്ടൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ വെറുതെ വിമർശിക്കുകയാണ്. വിമർശിക്കും തോറും അദ്ദേഹത്തിന് സ്ഥാനവും മാനവും കൂടി വരുന്നു. ഇനി കണ്ടോ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കില്ലേ, ഈ അടുത്ത റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ ഏറ്റവും വലിയ ജനത്തിരക്കായിരിക്കും ഈ ഷഹറെ മുബാറക്ക് സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാവുക. ഞങ്ങളിതൊക്കെ കൂടി പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോൾ ആരും ആ വഴിക്ക് വരൂല എന്നാണ് ഇവർ കരുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുത്താൻ കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ذو العلم يحمل كل الطعن فيه ولا ذو الطعن منه يرى شيئا في سوى الخير ومثمر الشجر يرمى بالحجارة لا يرمى سواه فيرمي يانع الثمر. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിൻ്റെ ആശയ ആദർശ രംഗത്ത് സുശക്തമായി ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. ഇവിടെ ഞാൻ അല്പം ലജ്ജയോടുകൂടി ഒരു സീഡിക്ക് മറുപടി പറയുകയാണ്. ഞാൻ അല്പം ലജ്ജയോടുകൂടി എന്ന് പറയാൻ കാരണം ഒരു മറുപടിക്ക് അർഹതയുള്ള വ്യക്തിയല്ല അപ്പുറത്തുള്ളത് എന്നതുകൊണ്ടാണ്. പക്ഷേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ, അവർ മറുപടി പറഞ്ഞിരുന്ന എതിരാളികളൊന്നും ആ അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം ആരുമായിരുന്നില്ല.
പക്ഷേ ഹക്കായി വെളിപ്പെടുത്തൽ ആവശ്യമായതുകൊണ്ട് അമ്പിയാക്കൾ ഹക്കായി പറഞ്ഞിട്ടുണ്ട്. പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ നിർദ്ദേശം ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഏത് വ്യക്തിയായിരുന്നാലും എത്ര രൂക്ഷമായ വിമർശനം നടത്തിയവരാണെങ്കിലും നിങ്ങൾ ലളിതമായ ശൈലിയും അതുപോലെ വിനയത്തിന്റെ സ്വഭാവവും അതുപോലെ ലോലമായ സംസാരവും ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഞാൻ അതേ നിലക്ക് തന്നെ സത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന നിലക്ക് ആ സീഡിക്ക് മറുപടി പറയുകയാണ്. കേരളത്തിൽ പല സ്ഥലത്തും ഇപ്പോൾ ഒരു CD ഇങ്ങനെ വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ആ CDക്ക് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ അക്ഷരം ഒഴിയാതെ മറുപടി പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ആദ്യമായി തന്നെ പറയട്ടെ, ഒരാൾ ചോദിക്കുന്നു, അദ്ദേഹം മുമ്പ് എന്നെ വെല്ലുവിളിച്ച് മുങ്ങിയ ആളാണ്. അതിന് ഞാൻ നീണ്ടു കേൾപ്പി. അയാൾ ആദ്യം തന്നെ പറയുന്നു, ആരും ഇതിന് മറുപടി പറയില്ല. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇത്ര വലിയ വിശദീകരണ സമ്മേളനം തെളിവുകൾ സഹിതം നിങ്ങൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. ഇനി നമ്മൾ നാടുകൾ തോറും ഗ്രാമാന്തരങ്ങൾ തോറും വിശദീകരണങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. കാന്തപുരത്തിന്റെ ആണത്തമുള്ള ഏതെങ്കിലും ഒരാൾ ഇതിന് മറുപടി പറയാൻ എവിടെയെങ്കിലും തയ്യാറാകുമോ? ഒരാളും തയ്യാറാകില്ല. ഞങ്ങൾക്കറിയാം, കാന്തപുരത്തിന്റെ കൂടാരത്തിലെ ഒരാളും ഇന്ന് ഈ മുടിക്ക് അനുമതി നൽകുന്നവർ ഇല്ല. ഞങ്ങൾ മറുപടി പറയാത്ത ഒരു സംഘടനയും ഒരു പ്രസ്ഥാനവും ഇന്ത്യ രാജ്യത്തില്ല. ഇവിടെ ഞങ്ങൾ ഷാർ മുബാറക്ക് വിഷയം വന്നപ്പോൾ ആദ്യമായി അതിനെ മുബ്തദിഅകൾ എതിർത്തു. ആ മുബ്തദിഅത്തിന് പുത്തൻവാദികൾക്ക് ഖുർആനും ഹദീസും ഉദ്ധരിച്ച് വ്യക്തമായ മറുപടി നൽകി. അവരെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കേട്ട വ്യക്തിയുടെ കക്ഷികൾ രംഗത്ത് വന്നു. ഓരോന്നും അക്കമിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. പിന്നീട് യുക്തിവാദികളും നിരീശ്വരവാദികളും പലരും രംഗത്ത് വന്നു. അവർക്കും യുക്തി കൊണ്ട് ഞങ്ങൾ മറുപടി പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് പണി ഇങ്ങനെ എല്ലാ സ്ഥലത്തും ബഹളം വെക്കലല്ല. ഞങ്ങൾക്കിവിടെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടാക്കണം, സമൂഹത്തിന് മുമ്പിൽ നിർമ്മാണാത്മകമായ പ്രവർത്തനം നടത്തണം. അതുകൊണ്ട് സർവ നാടുകളിലും സാക്ഷാൽ കളവുകൾ പറഞ്ഞ് സകല സ്ഥലത്തും ഫിത്ന ഉണ്ടാക്കുന്ന കക്ഷികൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മറുപടി പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നതിങ്ങനെ പറഞ്ഞു നടക്കുന്ന പതിവ് അത് ഗുണകരം അല്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തകർക്ക് എവിടെയാണോ CD എത്തുന്നത് അവിടെയെല്ലാം ഈ CD കൊണ്ടുപോയി കേൾപ്പിച്ച് മതിയാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വേറെയും പണിയുണ്ട്, ഇവർക്ക് വേറെ പണി ഇല്ല. സാക്ഷാൽ കളവ്, അതാണ് SK. കളവ് മാത്രം ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം, ഒരു സത്യവും ഇല്ല. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഓരോന്നോരോന്നായി ഞാൻ പറയും. ഇനി വേറെ ഒരാൾ എന്നെ പ്രത്യേകം എടുത്ത് വെല്ലുവിളിക്കുന്നതും കൂടി ഞാൻ കേൾപ്പിക്കാം. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മളെ ആടിനെ കുച്ചിമ്മൽ ഒരാളുണ്ടല്ലോ, എന്താണ് പേര്? പേരോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം കിട്ടിയതിൻ്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഈ മുടി കൈമാറുന്നതെന്ന് ശൈഖ് അവർ പറഞ്ഞപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. എവിടെ ഉണ്ട് ഇപ്പോ? ഞാനിപ്പോ പൂനൂരിലുണ്ട്.
പൂനൂരിൽ പലരും നോക്കി നടക്കുന്ന ഒരാളുണ്ട്, അദ്ദേഹം എവിടെയുണ്ട്? സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടാമതായി വേറൊരു മൗലവി, അയാൾക്ക് കൈവെട്ട് മൗലവി എന്നാണ് പേര്. അദ്ദേഹം പറയുന്നത് കേട്ടോളി, അദ്ദേഹം സുന്നിയായി രംഗത്ത് വരികയാണ്. വകുപ്പ് മാറി ചില മന്ത്രിമാർ കൈയിട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവണത ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അത്തരക്കാരുടെ കൈ വെട്ടുകയല്ല, അത്തരക്കാരുടെ അടിവേര് പിഴുതെടുക്കാൻ സുന്നികൾ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, സുന്നിയുടെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് എന്താ കാര്യം? സമസ്തയും സനദുകളും എന്ന പേരിൽ കുറ്റ്യാടിയിൽ വെച്ച് ഷാർ മുബാറക്ക് സംബന്ധമായി പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇദ്ദേഹം മുജാഹിദിന്റെ സുവനീറിൽ അദ്ദേഹത്തിന്റെ ചിത്രവും മറ്റുള്ള മുജാഹിദ് നേതാക്കൾ ബേഡ്ജും കുത്തി ഇരിക്കുന്ന ചിത്രം ഞാൻ കാണിച്ച് കുറ്റ്യാടിയിൽ വെച്ച് സംസാരിച്ചിട്ട് ഇന്ന് വരെ ഇദ്ദേഹം ഒരു സുന്നിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? ഞാൻ അതൊന്ന് കേൾപ്പിക്കാം. അന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം ആരായി നാസർ കൊടുത്തായി? ഇത് നിങ്ങൾ ശ്രദ്ധിക്കാൻ. ഇസ്ലാം നീതിക്ക് നമുക്ക് മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ, മുജാഹിദ് സമ്മേളനത്തിന്റെ സുവനീർ. ഇതിന്റെ 186 പേജ് മറിക്കുക. 186 പേജ് മറിച്ചാൽ നിങ്ങൾക്ക് നാസർ കൂടാത്ത അയ്യെ കാണാം. മുജാഹിദിന്റെ സുവനീറിൽ നാസർ കൂടാത്ത അയ്യെ കാണാം. ഇപ്പോഴത്തെ സമസ്തന്റെ ജാഥ വഹിക്കുന്ന ആളെ പറ്റിയാ പറയുന്നത്, സംശയം വേണ്ട. എന്താ സൂക്കേട് എന്ന് മനസ്സിലാക്കണോ? അതെ, നാസർ ഫൈസി, KP സക്കരിയ ബേഡ്ജും കുത്തിയിട്ട് മുജാഹിദിന്റെ നേതാക്കന്മാരും ഇദ്ദേഹവും ഒന്നായിട്ടിരിക്കുന്ന ചിത്രം. മുജാഹിദ് സംസ്ഥാന സമ്മേളനം വയനാട് സുവനീർ. ഇയാളാണ് സമസ്തന്റെ ജാഥ നയിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഒരു സമസ്ത ഉണ്ടോ? ഇങ്ങനെ ഒരു സമസ്ത പൂർവികമായി നടന്നിട്ടുണ്ടോ? നിഷ്പക്ഷമായി മുസ്ലിമീങ്ങളെ രോഗം എവിടെയാണെന്ന് കണ്ടെത്തണം. സമസ്തയുടെ പേര്, സുന്നിയുടെ പേര് ഉപയോഗിക്കാൻ ഈ മുജാഹിദുകളുടെ കൂടെ പോയി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന, അവരുടെ സുവനീറുകളിൽ അവരുടെ നേതാക്കളുടെ കൂടെ ചിത്രം കാണുന്ന ഈ കക്ഷികൾക്ക് എന്താണ് അവകാശം എന്ന് ഒരു സുന്നിയായ ഞാൻ ചോദിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ പറയണം. സഹോദരന്മാരെ, ഇന്നേ വരെ ഒരു സ്റ്റേജിലും ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. കുറിച്ചു വെക്കണം. വഅദ് പറഞ്ഞു പോകല്ല, ചോദ്യം ചോദിക്കുകയാണ്, കുറിച്ചു വെക്കണം. രണ്ടാമതായി പറയട്ടെ, ഇദ്ദേഹത്തിന്റെ കക്ഷികളും പറയുന്ന സാക്ഷാൽ കളവുകൾ. ഇതല്ലാതെ ഈ കേരളത്തിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്ത് സേവനമാണ് ഈ കക്ഷികൾ ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം, കേട്ടോളൂ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 34 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. 4 കാര്യം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവൻ സാക്ഷാൽ മുനാഫിഖാൻ. ഒന്നാമത്തത് ഇദതുമിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നതാണ്. രണ്ടാമത്തത് വൈദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കള്ളം പറയുക എന്നതാണ്. മൂന്നാമത്തത് വൈദാ ആഹദ ഗദറ, അതേ ഉടമ്പടി ചെയ്താൽ, കരാറ് ചെയ്താൽ ലംഘിക്കുക എന്നതാണ്. നാലാമത്തത് വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയുക എന്നതാണ്. ഈ 4 ലക്ഷണങ്ങളും ഒരുപോലെ ഒത്തിണങ്ങിയ കുറെ ആളുകൾ സമസ്തയുടെ പേരും സുന്നിയുടെ പേരും അവരെന്തിനു പറയണം? ഇതേ മനുഷ്യൻ ആ CD-യിൽ തന്നെ പറയുന്ന കളവ്. ഞാൻ ആ കളവ് കേട്ടപ്പോ ഞാൻ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകളെ വിളിച്ചു. ഉസ്താദ് അവറുകളോട് ഞാൻ ചോദിച്ചപ്പോൾ ഉസ്താദ് പൊട്ടിച്ചിരിയും. അത് നിങ്ങൾ കേട്ടോളി, അപ്പൊ നിങ്ങളോടും ചിരിച്ചു. അതെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം മാന്യൻ AP അബൂബക്കർ മുസ്ലിയാർ അഹമ്മദ് ഹസ്രജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർക്ക് ഒരു സന്ദർശിക്കേണ്ട ആവശ്യം വന്നു. അഹമ്മദ് ഹസ്രജിയെ ചെന്നുകൊണ്ട് ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് അഹമ്മദ് ഹസ്രജി പറഞ്ഞു, ഞാൻ ഈ കാന്തപുരത്തിൻ്റെ കുടുക്കിൽ പെട്ടുപോയതാണ്, കാന്തപുരം എന്നെ കുടുക്കിയതാണ്, ഞാൻ അയാളുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിപ്പോയതാണ്, എനിക്കൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, ഏതാണ് അതിൻ്റെ വഴിയെന്ന്. അത് മനസ്സിലാക്കിയ കാന്തപുരം ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു പറഞ്ഞത്,
നിങ്ങൾ ഇത് നാട്ടിൽ ചെന്നുകൊണ്ട് പറയരുത് എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്നാണ്. ആദരണീയനായ ഹംസക്കുട്ടി മുസ്ലിയാർ തന്നെ ആ കാര്യം പിന്നീട് ഒരിക്കൽ നമ്മോട് പറയാനിരിക്കുകയുമാണ്. സുഹൃത്തുക്കളെ, ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ ഹംസക്കുട്ടി മുസ്ലിയാരെ കണ്ടിരുന്നോ? ഉസ്താദ് പറഞ്ഞു, എനിക്കെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഉസ്താദിനോട് ഞാൻ ചോദിക്കൽ തന്നെയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ആ ഞാൻ കണ്ടിരുന്നു, റമദാനിൽ കണ്ടിരുന്നു. എവിടുന്ന് കണ്ടു? യൂസുഫ് അലി സാഹിബിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടു. അവിടെ ഞാനും ഉണ്ടായിരുന്നല്ലോ. അതെ, നമ്മളെ കണ്ട തന്നെ. പിന്നൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഹംസക്കുട്ടി മുസ്ലിയാർ, ഞാനും അദ്ദേഹവും ഈ വർഷം അബുദാബിയിൽ ഗവൺമെന്റ് ഗസ്റ്റായി അവിടെ റമദാനിൽ പ്രസംഗിക്കാൻ പോയ 2 ആളുകളാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അങ്ങനെ ഹംസക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് മാത്രമല്ല, ഈ SKയുടെ നേതാവിന്റെ വാചകം ഞാൻ അദ്ദേഹത്തിന് ഫോണിൽ കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അന്താളിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കണ്യത്ത് ഉസ്താദാണെങ്കിൽ ഇപ്പൊ പോയി ചോദിക്കാൻ കഴിയില്ല, വഫാത്തായി പോയിരിക്കുന്നു. EK ഉസ്താദാണെങ്കിൽ വഫാത്തായി പോയിരിക്കുന്നു. ഇത് ഹംസക്കുട്ടി മുസ്ലിയാരാണ്, അയാൾ ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ആളല്ല. വിളിച്ചു ചോദിക്കൂ നിങ്ങൾ ആരെങ്കിലും. ഹംസക്കുട്ടി മുസ്ലിയാരോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കാന്തപുരം ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഖസ്റജിയെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനും ഖസ്റജിയും തമ്മിൽ എന്ത് സംസാരിച്ചു, അതുപോലെ ഞാനും കാന്തപുരം ഉസ്താദും തമ്മിൽ എന്ത് സംസാരിച്ചു. അങ്ങനെ ഒരു വിവരം ഞാൻ ലോകത്തൊരാളോടും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയും ഇല്ല. ഹംസക്കുട്ടി മുസ്ലിയാർ പറഞ്ഞത് അങ്ങനെ. ഇനി ആ ഹംസക്കുട്ടി മുസ്ലിയാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണോ കളവ്, അല്ലെങ്കിൽ ഇവരെ CD-യിൽ പറഞ്ഞതാണോ കളവ്? കളവ് നമ്പർ 1 ഓരോന്നോരോന്ന് എഴുതി വെച്ചു. ഇവരെ പ്രശ്നം എന്താണ്? ഇവരെ പ്രശ്നം ഷാർ മുബാറക്കല്ല. ഇവരെ വിഷയം മറ്റൊന്നുമല്ല. ഇവരെ വിഷയം മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം അതവർക്ക് ദഹിക്കുന്നില്ല. അത് ദഹിക്കാത്തത് മനസ്സിന്റെ തകരാറാണ്. അതുകൊണ്ട് തന്നെ ഈ ഷാർ മുബാറക്കിനെതിരെ ഇവർ ഇറക്കിയ CD-യിലെ ഏകദേശ ഭാഗവും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെയും മുനീറിനെതിരെയും അതുപോലെ മറ്റ് മന്ത്രിമാർക്കെതിരെയുമാണ് ഷാർ മുബാറക്കിനേക്കാൾ കൂടുതൽ അവർ സംസാരിച്ചത്. കാരണം അവരുടെ പ്രശ്നം ഷാർ മുബാറക്കല്ല, അവരുടെ അജണ്ട മറ്റൊന്നാണ്. ഞാൻ ആ CD-യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. കേരള ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്ട് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരവർക്ക് പിന്തുണ കൊടുത്താലും, ഏത് മന്ത്രിപ്പട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം. അടിസ്ഥാനപരമായ വിഷയം അതാണ്. മന്ത്രിപ്പട ശിലാസ്ഥാപനത്തിന് പങ്കെടുത്തു. അതിന് ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ? നിങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കുക, അവരെ ഞങ്ങൾ അയച്ചു തരാം. അതിനങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കണം. നിങ്ങൾ ഈ ചീത്ത പറയുന്ന സദസ്സിലേക്ക് അവരെ അയക്കാൻ പറ്റുമോ? നിങ്ങൾ നല്ല നല്ല പണിയെടുക്കുക, അല്ല നിങ്ങൾ നന്നാക്കട്ടെ. ഇനി എന്താണെന്നറിയോ? ലീഗിന്റെ മന്ത്രിമാരെ പരാജയപ്പെടുത്തും എന്ന ഭീഷണിയാണ്. കാന്തപുരത്തെ സഹായിക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരായാലും അവർ തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ബുദ്ധമാണ് എന്നുകൂടെ പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നിലയിൽ കാണാം എന്നാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക പ്രമേയം. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡുണ്ട്. ആ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അടുത്ത ഇലക്ഷനിൽ ആരെ ജയിപ്പിക്കണം തോൽപ്പിക്കണം എന്ന് പറയാനുള്ളതല്ല. അത് ഈ രാജ്യത്തുള്ള മുസ്ലിം കുട്ടികൾക്ക് സംസ്കാരവും അതുപോലെ പരിശുദ്ധ ഖുർആനും അതുപോലെ നിസ്കാരവും നോമ്പും മാതാപിതാക്കളോടെങ്ങനെ പെരുമാറണം, പ്രായമുള്ളവരോടെങ്ങനെ പെരുമാറണം, സമൂഹത്തോടെങ്ങനെ സംവദിക്കണം എന്നത് പഠിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഇവരുടെ ബോർഡോ
ഇവരുടെ ബോർഡ് ഇവിടെ ലീഗ് മന്ത്രിമാരെയും ലീഗിന്റെ MLA-മാരെയും പരാജയപ്പെടുത്തണം തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രഖ്യാപിക്കാനും അത് തീരുമാനിക്കാനും പ്രമേയം അവതരിപ്പിക്കാനുമുള്ളതാണ്. ഞങ്ങളുടേത് മതപ്രവർത്തനമാണ്, നിങ്ങളുടേത് ആരോടെല്ലാമോ ഉള്ള വിദ്വേഷം തീർക്കാനുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞാൻ സർവ മുസ്ലിമീങ്ങളോടും പറയുന്നു, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തനം നടത്തി ഈ രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും നശിപ്പിക്കാനും അവരെ എതിർക്കാനുമുള്ള സംവിധാനങ്ങളാണ് ഇവരുടെ മദ്രസ പരിപാടികളിലൂടെ ഇവർ ആസൂത്രണം ചെയ്യുന്നതെന്നും നേരെ മറിച്ച് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കൽ ഇവരുടെ ലക്ഷ്യമല്ലെന്നും ഖുർആൻ പഠിപ്പിക്കൽ ലക്ഷ്യമല്ലെന്നും ഇവിടെ മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ചും മനസ്സിലാക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. ഇതെന്റെ വകയിൽ അല്ല, അവര് പറഞ്ഞത് കേൾപ്പിച്ചുകൊണ്ട് അതിൽ മനസ്സിലാകുന്ന കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ലക്ഷ്യം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ നല്ല കാര്യങ്ങളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ പിന്തുണക്കുന്ന മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന പ്രമേയമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അവിടെ ഇവർ പ്രമേയം പാസാക്കിയിട്ട് പ്രവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇതെന്ത് മതപ്രവർത്തനമാണ്? ഇതാണോ മതപ്രവർത്തനം? ഇനി നിങ്ങൾക്ക് കേൾക്കാം, ഇവര് കാര്യമായിട്ട് പറയുന്നു, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇവിടെ കൈതപ്പൊയിൽ ശിലാസ്ഥാപനം നടക്കുമ്പോ അത് മുടക്കാൻ പോയി, എന്നിട്ട് അയാൾ അവിടെ വന്ന് ശിലാസ്ഥാപനം നടത്തിക്കളഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചത് എന്താ അറിയോ, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾ എസ്കന്റെ ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്താൽ വിറക്കുന്ന ആളാണ് ഇവർ തെറ്റിദ്ധരിച്ചു. എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് സംഭവിച്ച തെറ്റിദ്ധാരണ ഇങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആദരണീയനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, CM അതൊരു തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്, ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് CM-ന്റെ ചേംബറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചുകൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ കൈതപ്പൊയിലേക്ക് പോയിട്ടുള്ളത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകൾ ധാർമ്മികമായ നിലപാടെന്ത് എന്നവർ വ്യക്തമാക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആരോടാ വ്യക്തമാക്കേണ്ടത്? ഇവിടുത്തെ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. ആരോട്? ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ലേ ഇയാള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സോണിയാഗാന്ധിയാണോ? മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണം. അഹങ്കാരത്തിനുണ്ടൊരു അതിര്. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ, ഇത് കേരളമാ. കേരളത്തിൽ ഒരു നോളേജ് സിറ്റി ഉണ്ടാക്കുമ്പോ അതിന്റെ ശിലാസ്ഥാപനത്തിന് കേരളമെന്നല്ല, ഇന്ത്യ രാജ്യമെന്നല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ ഒരു നേതാവ് ക്ഷണിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കിയെന്തേ? ബാപ്പു മുസ്ലിയാർ വല്ല കൊടയെടുത്ത് പോയാൽ അയാൾ വരൂല എന്നാ. ബാപ്പു മുസ്ലിയാർ ഒരു കാര്യം ചെയ്യണോ, കടമേരി കോളേജിൽ നിന്ന് കിതാബ് ദർസ് നടത്തണോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിതാബ് ദർസ് നടത്തണോ? മുഖ്യമന്ത്രിനെ മുടക്കാനല്ല പണ്ഡിതന്മാർ പോണ്ടത്. പണ്ഡിതന്മാർക്കൊരു അന്തസ്സുണ്ട് ഇവിടെ, അത് നശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ പണ്ഡിതന്മാർ അന്തസ്സ് സമസ്ത എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയെ പരിപാടിക്ക് പോകുന്നതിന് മുടക്കുക. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മർഹൂം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ അൻവറല്ലാഹു മർഖദ മഹാനവറുകൾ ഇന്നേ വരെ ഇത്തരം ഒരു താഴ്ന്ന പരിപാടി ചെയ്തിട്ടുണ്ടോ? EK അബൂബക്കർ മുസ്ലിയാർ ചെയ്തിട്ടുണ്ടോ? കന്യത്ത് ഉസ്താദ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മഹാൻ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തറക്കല്ലിടലിന് പോകുമ്പോ അത് മുടക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയ ഒരു നാണം കെട്ട ചരിത്രം നിങ്ങൾക്കല്ലാതെ ആർക്കുണ്ട് മക്കളെ? എന്ത് മുടക്കികളാണ് നിങ്ങൾ? പക്ഷേ മുഖ്യമന്ത്രി വന്നിട്ട് എന്താ പറയുന്നത് നോക്കി നമ്മൾ. നോളജ് സിറ്റി ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. കാരണം ഈ നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണ്. അതിൽ എത്രമാത്രം
ആധുനിക രീതിയിൽ ടെക്നോളജിയുടെ പൂർണ്ണമായ പ്രയോജനം എടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും തലപുകഞ്ഞാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആശയം കേരളത്തിൽ ആദ്യമായി അത് നടപ്പിലാക്കി എന്ന ഖാദിയാണ് ഇന്ന് നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേടിയിരിക്കുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അസൂയയുണ്ട്. അത് ഇവരെ അസൂയ പോലല്ലോ. വികസന രംഗത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പ്രധാനമന്ത്രിയുടെ അഡ്വൈസർ ടെക്നോളജിയിൽ പ്രത്യേകമായ പ്രാമുഖ്യമുള്ള ശ്രീ സാം പറ്റോഡയെ കേരളത്തിന്റെ മെന്ററാക്കി അദ്ദേഹം 4 പ്രാവശ്യം കേരളത്തിൽ വന്ന് ഞങ്ങളൊക്കെയായി ചർച്ച നടത്തി. അദ്ദേഹം 10 കാര്യങ്ങൾ അദ്ദേഹം രൂപം നൽകി. ആ 10-ൽ 5 കാര്യങ്ങൾ ആദ്യം ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചു. ആ 5 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നോളജ് സിറ്റി. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ അതിന് കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. പക്ഷേ ഞങ്ങളെയും ഓവർടേക്ക് ചെയ്താണ് ഇപ്പം ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ വയറ്റിൽ വേദന ഇല്ലാതിരിക്കും. ഇനി മുഖ്യമന്ത്രിയെ മുടക്കാൻ പോകുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ട് എന്താ പറഞ്ഞു നോക്കുക. ഇവിടെ ഏറ്റവും വലിയ ഒരു കേരളത്തിൽ അനവധി യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന വമ്പിച്ച ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കപ്പെടുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ എത്രമാത്രം പുരോഗതി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് ഈ കാലത്ത് നമ്മളൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എല്ലാം മാറി വരിക. നമ്മുടെ ഭാവനക്കും അതുപോലെ തന്നെ ചിന്തക്കും അതീതമായ തരത്തിൽ ജീവിതവും അതുപോലെ തന്നെ ജീവിത വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വരിക. അതാണ് ഇനി ഭാവിയിൽ തൊഴിലുണ്ടാക്കാൻ പോകുന്നത്. അവിടെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വളർന്ന് വരാൻ പോകുന്നത്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നിങ്ങൾ കണ്ടു. പണ്ടൊക്കെ ആണെങ്കിൽ പോയി കർട്ടൻ നീക്കണം, പിന്നെ സ്വിച്ച് ഇടണം. ഇപ്പോൾ അതൊന്നും വേണ്ട. മാറാൻ പറഞ്ഞപ്പോൾ കർട്ടൻ മാറി. അത് പണ്ടാണെങ്കിൽ അത് മതി മനുഷ്യന് ബേജാറാവാൻ, ഇരിക്കുന്നതെല്ലാം കൂടി എന്നിട്ട് ഇതെന്ത് മായാജാലാണ്. ഇന്നിപ്പോൾ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഈ രീതിയിലാണ്. എത്ര മാത്രം യന്ത്ര സാമഗ്രികൾ ഒക്കെ പെർഫെക്റ്റായി എത്ര പെർഫെക്ഷനിൽ പോകും, അതിൻ്റെ ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഒരു ഏരിയയാണത്. ഉദാഹരണമായി നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൽ പ്രവേശിച്ചാൽ അവിടെ ഫാൻ ഇടണം, ലൈറ്റ് ഓഫ് ആക്കണം, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ചെയ്യണം. പക്ഷേ സെൻസിങ് പുതിയ സാങ്കേതിക വിദ്യ ഉയർന്നു വന്നതിന് ശേഷം അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് കത്തിക്കോളും, പോകുമ്പോൾ ഓഫായിക്കോളും, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താനേ നടന്നോളും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലൊക്കെയാണ് ഏറ്റവും അധികം ഇവിടെ റിസർച്ചൊക്കെ നടക്കുന്നത്. അത്തരത്തിലുള്ള സബ്ജക്റ്റൊക്കെ ഓരോ പഠന വിഷയമാണ്. അതൊക്കെ ഓരോ മേഖല ഉയർന്നു വരുന്ന മേഖലകളാണ്. IT-യിലും അതുപോലെ തന്നെ അതിനനുബന്ധിച്ച വളർന്ന സാങ്കേതിക വിദ്യയിലുമൊക്കെ അതൊക്കെ ഉൾക്കൊള്ളുന്ന വമ്പിച്ച ഒരു സ്ഥാപനം ഇവിടെ നാട്ടിൽ വരുന്നു എന്നുള്ളത്
വളരെ വളരെ സ്വാഗതാർഹമാണ്. വളരെ നന്നായി ഈ സ്ഥാപനം വളർന്നു വരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യാശിക്കുകയാണ്. അതിന് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ IT വകുപ്പിന്റെയും എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആ കർമ്മം നിർവഹിക്കുന്നു. അപ്പോ പിന്നെ ഇവര് പറയാണ് കുഞ്ഞാലിക്കുട്ടിന്റെ തൊപ്പി തീർപ്പിക്കും. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. കേരള മുഖ്യമന്ത്രിക്ക് ഒരു തോന്നലുണ്ടാകും. അതിന്റെ അന്തർനാടകം ഞാൻ കുറച്ച് പറഞ്ഞുതരാം. പറയല്ലേ? പറഞ്ഞൂടെ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു. AP അബ്ദുൽ ഹക്കീം അസ്ഹരി എന്തായാലും ഇത് കേൾക്കും. മൂപ്പർ മനസ്സിലാക്കിക്കോട്ടെ. ബോംബെയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ മനോഹരമായ ഒരു സൽക്കാരം നടന്നു. 36 ലക്ഷം രൂപയാണ് അതിന്റെ ബില്ല്. ആ സൽക്കാരത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണെന്നും അന്നവിടെ എന്തൊക്കെയാണ് വിളമ്പിയതെന്നും ഇതിന്റെ പ്രധാന സംഘാടകനായ അച്ചായൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഈ നിറംമാറലിന്റെ കഥ ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയും അത് കേരള രാഷ്ട്രീയത്തിൽ ചില ആളുകളുടെ തൊപ്പി തെറിപ്പിക്കുകയും ചെയ്യുമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവര് കുഞ്ഞാലിക്കുട്ടിന്റെ തൊപ്പി തെറിപ്പിക്കാൻ പോവാണ്. കേരള രാഷ്ട്രീയത്തിലുള്ള പലരുടെയും തൊപ്പി തെറിപ്പിക്കാൻ പോവാണ് ഇവര്. ഇവരാരാ കൗമ്? ഇവരാരാ മഹാന്മാര്? ഇവർക്കെന്താ ഇവിടെ സ്വാധീനം? എന്താണ് ഇവരുടെ കൈവശത്തിലുള്ളത്? ഇതൊന്നും യാതൊരു ബോധവും ഇല്ല. എന്തെല്ലാമോ വിളിച്ചു പറയുന്നേ. അതിന് അച്ചായൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഏറ്റവും വലിയ അതിര് ഏതോ ഒരു അച്ചായനെ കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കുന്നവരാണോ ഞങ്ങൾ? നിങ്ങൾ ഏതെങ്കിലും നേതാക്കളെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ ബഹുമാന്യരായ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്, ഈ കേരളത്തിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കടുത്ത തോന്നിവാസങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എന്നും പറഞ്ഞിട്ട്, പണ്ഡിതന്മാരുടെ വേഷമാണ് ഞങ്ങൾക്കെന്നും പറഞ്ഞിട്ട് സ്റ്റേജുമ കയറി പറഞ്ഞ് ഞങ്ങളെ സമുദായത്തിലെ പണ്ഡിതന്മാരെ നിങ്ങൾ നാണക്കേടാക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ വേദനിക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല ഇത്തരം ആരോപണങ്ങളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും. ആര്യാടൻ മുഹമ്മദ് സാഹിബ് അദ്ദേഹവും പങ്കെടുത്തു നോളേജ് സിറ്റിയുടെ തറക്കല്ലിടൽ. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നോളേജ് സിറ്റി ഞാൻ സാധാരണ പറയാറുണ്ട്, ഇത്രയും മനോഹരമായൊരു സ്ഥലമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഈ സ്ഥലത്ത് ഈ സിറ്റി ഉയർന്നു വന്നാലുണ്ടാകാവുന്ന സ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. AP ഉസ്താദായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിലും ഭംഗിയിലും ഇതിന്റെ പണി തീരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇതുപോലെ ഒരു കാര്യം ഇന്ന് മലബാറിൽ ചെയ്യാൻ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഞാൻ ഉൾക്കൊള്ളുന്ന ഗവൺമെന്റിനെ കൊണ്ട് കഴിയില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ആര്യാടൻ മുഹമ്മദിന് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതിന് സംശയമൊന്നുമില്ല. ഇനിയിപ്പോ മൂപ്പരോട് ചോദിച്ചിട്ട് വേണം കോൺഗ്രസ്സുകാർ ആളെ നിശ്ചയിക്കണമെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെയാ നിർത്തേണ്ടത്. അത് സോണിയാഗാന്ധിന്റെ ഫോണിന് ഇയാക്കാ വരിക. എവിടെയൊക്കെ ആരൊക്കെ നിർത്തണോ? മനുഷ്യന്മാരിങ്ങനെ ആയിപ്പോയല്ലോ. അള്ളാഹുവേ നീ നന്നാക്കണേ. ഇനി BJPന്റെ നേതാവ് ശ്രീധരൻപിള്ള അദ്ദേഹം എന്ത് പറഞ്ഞു നോക്കാം. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കും. ശ്രീ അബൂബക്കർ മുസ്ലിയാറിന്റെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്കില്ല. അദ്ദേഹം ഏതൊക്കെ സംരംഭം ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇങ്ങനെ എല്ലാ പാർട്ടിക്കാരും ഉസ്താദവറുകൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അവിടെ മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, അതുപോലെ പാർട്ടി വ്യത്യാസമില്ല.
എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യും. ബഹുമാന്യനും സ്നേഹസമ്പന്നനുമായ ഉസ്താദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളെ, വേദിയിലെ സമാധാനരായ വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്ത് വിവിധയിടങ്ങളിൽ നോളജ് സിറ്റികൾ ഉയർന്നു വരികയാണ്. എന്നാൽ ഇന്ത്യയിൽ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു നോളജ് സിറ്റിയായി ഇന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന മർക്കസ് നോളജ് സിറ്റി മാറും എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ അത്രമാത്രം ബുദ്ധിയും അത്രമാത്രം കർമ്മോത്സുകതയും സമർപ്പണവുമുണ്ട് എന്ന് ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യമാകും. മാത്രമല്ല, ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിൽ ഇതുപോലെയുള്ള ധാരാളം സംരംഭങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ്. നോളജ് സിറ്റിയോടൊപ്പം തന്നെ ഹെൽത്ത് സിറ്റിയും ഇതിനകത്ത് തന്നെ രൂപപ്പെടുകയാണ്. ഇത് പ്രാദേശികമായി ഉണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ ഇവിടെ ഉസ്താദ് തന്നെ വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക്, സാമ്പത്തികവും സാമൂഹികവും ആയിട്ടുള്ള പുരോഗതിക്ക് പര്യാപ്തമാകുന്ന ഒരു സ്ഥാപനമായി ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഇതെല്ലാം പൊന്നാക്കുന്ന ആദരണീയനായ ഉസ്താദ് ഇവിടെ തുടങ്ങുന്ന ഈ പദ്ധതി വമ്പിച്ച വിജയമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ബാധ്യത മാത്രമാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ. ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരുപക്ഷെ മലബാറിൽ തന്നെ ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത കാലത്തേക്കും വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഈ നോളജ് സിറ്റി ഒരു അത്ഭുതമാണ്. അങ്ങനെ മലബാറിന് തന്നെ ഒരു തിലകക്കുറിയായി മാറുന്ന ഈ നോളജ് സിറ്റി, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ മര്യാദകളിൽ പെട്ടതാണ്. തീർച്ചയായിട്ടും ഉസ്താദും അതേപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളും ബഹുമാനപ്പെട്ട MLA മോയിൻകുട്ടി സാഹിബും ഒക്കെ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തെപ്പറ്റി, റോഡിൻ്റെയും പാലത്തിൻ്റെയും റോഡ് വീതി കൂട്ടുന്ന കാര്യങ്ങളുമൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായി ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഈ കടമ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം. അറിയാം, 10-35 വർഷം മുമ്പേ മർക്കസ് ആരംഭിച്ച സമയത്ത് വളരെ ലളിതമായി ആരംഭിച്ച് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നുള്ള നിലയിൽ മർക്കസ് വളരെ വലിയ ഒരു സ്ഥാപനമായി മാറി. കേരളത്തിലെ തന്നെ എണ്ണപ്പെടുന്ന ഒരു മതവിദ്യാഭ്യാസ സ്ഥാപനമായി മർക്കസ് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആൾക്കാരുടെ നിസ്സീമമായിട്ടുള്ള സേവനമാണ്. ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയാണ്. കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്ലോബൽ സ്കൂളിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പഴയ കാലത്ത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് പഠിക്കാൻ വേണ്ടിയായിരുന്നു. അമേരിക്കയിലേക്കായാലും യൂറോപ്പിലേക്കായാലും കൈറോയിലേക്കായാലും സൗദി അറേബ്യയിലേക്കായാലും ഒക്കെ നമ്മൾ പോയിരുന്നത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങോട്ട് വിദ്യാർത്ഥികൾ വരിക എന്നുള്ളത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ഇനിയും നല്ല രീതിയിൽ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ മർക്കസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു. അവിസ്മരണീയമാണ് ഈ ദിനം. എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, മലബാറിനെ സംബന്ധിച്ചിടത്തോളം
ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതി വെക്കേണ്ട, എന്നും ഓർക്കേണ്ട ഒരു ദിനമാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്ര മുഹൂർത്തമായി മാറുകയാണ്. ഇതുമായി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും നമ്മളെ വിളിച്ച മുഴുവൻ ബഹുമാനപ്പെട്ട മന്ത്രിമാരും ആദരണീയനായ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, ഈ മനോഹരമായ ഭൂപ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ നടിത്തട്ടിൽ 125ഓളം ഏക്കർ ഇത്രയും മനോഹരമായ പ്രകൃതി രമണീയമായ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ ഈ പ്രദേശം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള ഈ നാടിൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. തീർച്ചയായും ഇവിടെ ഒരു അത്ഭുതം സംഭവിക്കാൻ വേണ്ടി പോവുകയാണ്. വൈവിധ്യമാർന്ന മേഖലകളിൽ കേരളത്തിന് അഭിമാനകരമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒട്ടേറെ സംരംഭങ്ങളാണ് ഇവിടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഉസ്താദ് ഒരു വിത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷമായി മാറിയ കഥ മാത്രമാണ് കേരളീയ സമൂഹത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതും സമയബന്ധിതമായി പൂർത്തീകരിക്കും ഇൻഷാ അല്ലാഹ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലകളിൽ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വിരൽത്തുമ്പിൽ വിസ്മയം സൃഷ്ടിക്കുന്ന IT മേഖലകളിൽ നിരവധിയായ സ്ഥാപനങ്ങളാണ് ഈ പ്രദേശത്ത് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. 1.25 ദശലക്ഷം ചതുരശ്ര അടിയിലാണ് ഇവിടെ സൈബോ ലാൻഡ് IT പാർക്ക് വരാൻ വേണ്ടി പോകുന്നത്. പ്രത്യക്ഷമായി 20,000-ൽ പരം ആളുകൾക്ക്, പരോക്ഷമായി അതിലേറെ ജോലി ലഭ്യമാക്കുന്ന ഈ പ്രദേശം ദുർബല പിന്നോക്ക വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് മന്ത്രിയോട് നേരത്തെ സംസാരിച്ചിരുന്നതാണ്. അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചത് നിങ്ങൾ ഓർക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രദേശത്തു നിന്നടക്കം കർണാടകത്തിലേക്കും വയനാട്ടിലേക്കും പോകുന്ന ഏറ്റവും സുഗമമായ മാർഗം, നമ്മുടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് വയനാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും എത്താൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റാൻ വന്ന ഒരു റോഡിന്റെ DPR ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. 26ഓളം കോടി രൂപയുടെ ആ റോഡ് ഈ പരിസരത്തുകൂടെയാണ് കടന്നു പോകുന്നത് എന്ന ആഹ്ലാദകരമായ വാർത്ത ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ ഇവർ ഒന്നടങ്കം എന്തെല്ലാമോ ഹാലളകുന്നതല്ലേ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെതിരെ ഇനിയും കേട്ടോളി. ആഭ്യന്തര വകുപ്പിന് നേരെ ഇൻഷാ അല്ലാഹ് ആളിക്കത്തുന്ന പ്രക്ഷോഭം ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്തണം. ആഭ്യന്തര വകുപ്പിനെതിരെ ആളിക്കത്തുന്ന പ്രക്ഷോഭം ആരാ നടത്തുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിനിടയിൽ എന്തെങ്കിലും ഒരു മതിപ്പുള്ള ഒരു കക്ഷികളാണെങ്കിൽ ഓക്കെ. UDF ഗവൺമെന്റിനും മന്ത്രിമാർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇനി അടുത്തത് മുസ്ലിം ലീഗുകാരോട് ആരും തൊടാൻ നിൽക്കേണ്ട പുതുതായിട്ട് ഇത്രയും കാലം തൊടാണ്ട് ഇപ്പം ഇങ്ങനെ അണഞ്ഞു കൂടാൻ വേണ്ടി നടക്കേണ്ട ആരും എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇനി അടുത്തത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. അതിന് ചിലയിടാൻ പോയ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയലാണ് സരിതായ നായറിന്റെ പേരിൽ രാജിവെക്കണമെന്ന് പറയുന്നതിനേക്കാൾ അഭികാമ്യം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതായത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് LDF പറഞ്ഞ കാരണം അതല്ല പറയേണ്ടത്. LDFന് അജണ്ട കൊടുക്കുകയാണ് ഇവർ. പറയേണ്ടത് ഇതാണ്: നോളേജ് സിറ്റിയുടെ തറക്കല്ലിടലിന് പോയതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം. ഇനി അടുത്തത് ഇയാൾ പറയുന്നു ഇവരെ മുശാവറയിൽ എന്ത് നടന്നാലും അത് നമുക്ക് രണ്ടാൾ പറഞ്ഞു തരാൻ മുശാവറയിലുണ്ട്. കളവ് പറയുന്നതിൻ്റെ ഒരു മട്ടാണ്. ധൈര്യം ഉണ്ടെങ്കിൽ അവരെ പേരൊന്ന് പറ. അങ്ങനെ ഒരു രണ്ടാൾ ഞങ്ങളെ മുശാവറയിൽ ഉണ്ടെങ്കിൽ, ആൺകുട്ടിയായിട്ട് ജനിച്ചതാണെങ്കിൽ അവരെ പേരൊന്ന് പറ. നിങ്ങൾക്ക് ഞങ്ങളെ മുശാവറയിൽ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാളുടെ പേരൊന്ന് പറ. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ പറ. ആൺകുട്ടികളാണെങ്കിൽ പറ. തടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. ഇത് സത്യമാണ്. ഞങ്ങളൊരു കാര്യം തുടങ്ങിയ സത്യം അന്ന് അവസാനം വരെ തെളിയിച്ചിട്ട് തന്നെ നിൽക്കുള്ളൂ. ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടേ നിൽക്കുള്ളൂ. ഇതേ ഷെയർ മുബാറക്ക് വിഷയത്തിൽ ഇയാൾ പറഞ്ഞ കളവ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച്
എടുത്തിട്ടിട്ട് ചോദിച്ച ചോദ്യത്തിന് ഇന്നേ വരെ ഒരു സ്റ്റേജിലും മറുപടി പറയാത്ത കളവ് ഞാൻ വെച്ച് കേൾപ്പിക്കുന്നു. അതില്ലാതെ വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാക്കിയാത്ത് സാലിഹാത്തിലുള്ള ഷാറ് ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാക്കവികളായ ആളുകൾക്കറിയാം, അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാക്കവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആടെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാക്കവിയാണല്ലോ, MFB ആണ്, ബാക്കവിയാണ്. അവിടെ സുഹൃത്തുക്കളെ, ഇയാൾ കാന്തപുരസ്ഥാനം പറഞ്ഞ ഞങ്ങൾ കേട്ടോ. അയാൾ പറഞ്ഞു MFB ആണ്, ബിരുദുണ്ട്, മറ്റേ സെക്രട്ടറിനെ പോലെ അല്ല. മനസ്സിലായില്ലേ? അത് നന്നായി പറഞ്ഞത്. പിന്നൊന്ന് കേൾക്കണം, ബിരുദുണ്ട് കേട്ടോ, ആദ്യം ജനറൽ സെക്രട്ടറി അല്ലേ. ബാക്കിയാറ്റ് പഠിച്ചിട്ടില്ലേ കാന്തപുരോ? അബൂബക്കർ മുസ്ലിയാര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടോ നിങ്ങൾ പഠിച്ചിട്ട് അവിടെ? നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, പഠിച്ചാൽ അബൂബക്കർ മുസ്ലിയാരല്ലേ. എന്നാ മൊയ്ലിയാരെ പറഞ്ഞ കള്ളത്തരാട്ടോ നിങ്ങൾ. ലത്തീഫിയയിൽ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമല്ല, ബാക്കിയാത്തിൽ വെച്ച് കൊടുക്കുന്ന വെള്ളം. ശരിക്കും ആലോചിച്ചോളൂ. ആ കണ്ണാടി പറമ്പേ, കണ്ണാടി കൂട്ടിൽ നിന്ന് കല്ലെറിയണ്ട. ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂര് ബാക്കിയാത്തിലെ മുടിക്ക് സെനദില്ലെന്നും ലത്തീഫിയിലെ സെനദുണ്ട്, ലത്തീഫിയിലെ മുടിക്ക് സെനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാക്കിയാത്തിലെ മുടിക്ക് സെനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സെനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സെനദൊന്ന് വായിക്ക്, ഞാനത് കേട്ടെ. ലത്തീഫിയയിലെ സെനദൊന്ന് വായിക്ക്. ബാക്കിയാത്തിന് സെനദില്ല എന്നതിന് തെളിവും പറ. ഞാൻ വിളിച്ചിട്ടുണ്ട് ഇന്നും ബാക്കിയാത്തിൽ ദർസ് നടത്തുന്ന ഒരു മഹാപണ്ഡിതനെ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതേ ഞാനുമായി സംസാരിച്ച അതേ സംസാരം ഞാൻ പിടിക്കുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ സങ്കടത്തോടെ പറയാണ്, നിങ്ങൾ ഈ വിവാദം ഒന്ന് കെട്ടടങ്ങണം, അതിന് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ ഇന്നും പറയുന്നു, ഞങ്ങൾ ഈ വിവാദം ഇഷ്ടപ്പെട്ടവരല്ല. പക്ഷേ പച്ചക്കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോ സത്യം പറയണ്ടേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു മദ്രാസിൽ നിന്നാണ്, അതൊരു തങ്ങളെ വീട്ടിൽ വെച്ചാണ്. അതേ അവിടുത്തെ വേലൂർ ബാക്കിയാത്ത് പള്ളിയുടെ പ്രസിഡന്റും ബാക്കിയാത്തിന്റെ പ്രസിഡന്റും അവരൊക്കെ ഒന്ന് തന്നെ. അവര് മുഖേന തങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വേലൂർ ബാക്കിയാത്തിൽ വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ തങ്ങളെ ടെലിഫോൺ നമ്പർ അടക്കം എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. അത് മദ്രാസിലാണ് ഇപ്പോ അത് സൂക്ഷിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഇർഫാൻ ഹുസൈൻ എന്നാ പേര്. സയ്യിദ് ഇർഫാൻ ഹുസൈൻ. ഇർഫാൻ ഹുസൈൻ. അപ്പൊ അത് ലത്തീഫിയർ സൂക്ഷിക്കുന്ന മുടി മറ്റൊന്നല്ലേ? റഷീദ് വേറെതാണ്. അത് വേറൊരു മുടിയല്ലേ? അത് വേറെ മുടിയാണ്. അപ്പൊ ലത്തീഫിയെന്ന് കൊണ്ടുവരുന്നതല്ല ഇവിടെ വെള്ളം കൊടുക്കുന്നത്? അല്ല, ലത്തീഫി കൊണ്ടുവരുന്നല്ല. ഇവിടെ വാസ്തവത്തിൽ മുടി ഒറ്റയും സൂക്ഷിച്ചിട്ടില്ല. ഇല്ല, ബാക്കിയാത്ത് അറബി കോളേജിൽ ഇല്ല. ബാക്കിയാത്ത് കമ്മിറ്റിയിലാണ് ചെയ്യാറുള്ളത്. കമ്മിറ്റിന്റെ കൈവശം. കമ്മിറ്റിയുടെ കൈവശമുള്ളതാണ് ഈ തങ്ങൾ. പള്ളി കമ്മിറ്റിയും ബാക്കിയാത്തിന്റെ കമ്മിറ്റി രണ്ട് കമ്മിറ്റിയാണ്. പള്ളി കമ്മിറ്റിന്റെ കയ്യിലല്ലത്? അതെ, പള്ളി കമ്മിറ്റി പ്രസിഡന്റും ബാക്കിയാത്ത് കോളേജിന്റെ പ്രസിഡന്റ് ഒന്നാണ്. പ്രസിഡന്റുമാരൊന്നാണ്. അപ്പൊ അവരുടെ നിയന്ത്രണത്താണ് ഈ കാര്യം വരിക. പ്രസിഡന്റിന്റെ പള്ളി കമ്മിറ്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ മുടിയുള്ളത്, കാണിക്കാറുള്ളത്. അതെ, ഈ തങ്ങളെ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതെ, ഈ ഇർഫാൻ ഹുസൈൻ എന്ന് പറഞ്ഞ അതെ അതെ ഓരോ വീട്ടിലാണ് സൂക്ഷിപ്പ്. അതാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത്. മറ്റത് ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. ലത്തീഫിയിലുള്ള മുടി വേറെയാണ്. അവിടുത്തെ അതും ഒരു തങ്ങളാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ളത്. ഓ ഓ അദ്ദേഹത്തിന്റെ ഞാൻ പോയിട്ടുണ്ട് ഒരിക്കൽ. ഓ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചു. വാക്യാത്ത് രണ്ടും ഒന്നാണെന്ന് വെച്ചപ്പോൾ അല്ല, വാക്യാത്ത് ലത്തീഫിയന്റെ ആണ് വേറെയാണെന്ന് മുപ്പർ അന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ലത്തീഫിയയിലെ വേറെയാണ്, വാക്യാത്തിൽ വേറെയാണ്. വാക്യാത്തിൽ കൊടുക്കുന്നത് വേറെയാണ്. അതെ. അല്ല, ഇവിടെ ഒരാൾ പ്രസംഗിച്ചു ലത്തീഫി എന്ന് മുടി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കാറ്. ബാക്കിയാത്തിൽ മുടി ഉണ്ട്, പക്ഷെ അതിന് സെനതില്ലാത്തത് കൊണ്ട് പുറത്തെടുക്കലില്ല. അതെല്ലാം വിവരക്കുറവാണ് എന്റെ അഭിപ്രായത്തിൽ.
ഇനി ഞാൻ പറയട്ടെ, ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ബഖിയാത്തിൽ കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ നുണയാണ്. ഫൈസി, നിങ്ങളാണ് SKSSFന്റെ സ്ഥാപക പ്രസിഡന്റ്, പിന്നെ ഇതിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇത് ഞാൻ ചോദിച്ചിട്ട് ഇന്ന് വരെ മറുപടി പറഞ്ഞോ? ഞങ്ങൾ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇനി വേറൊരു ചങ്ങാതി കളു പറയുന്നത് കേട്ടോളി, നമ്മളെ മുശാവറയെ സംബന്ധിച്ച് കളു പറയുന്നത് കേട്ടോളി. ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുശാവറ യോഗം ചേർന്ന് കഴിഞ്ഞാൽ, മുശാവറ യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുശാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ആ യോഗവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുശാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം, അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവരുടെ മുശാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. KK ചിരി വരുന്ന മുശാവറയിലുള്ള ആളായതുകൊണ്ടാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. أشرف الخلق صلى الله عليه وسلم തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ലക്ഷണം കദ്ദാബൂൻ. അവർ ധാരാളം കള്ളം പറയുന്നവരാണ്, അവർ കബളിപ്പിക്കുന്നവരാണ്. അതിവിടെ വ്യക്തമായി നമ്മൾ കാണുകയല്ലേ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അവർ അത് പ്രസംഗിക്കുമ്പോൾ തക്ബീർ ചൊല്ലിയ പാവപ്പെട്ട SKക്കാരാ, ഞാൻ എൻ്റെ മനസ്സിന്റെ വേദനയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതൊരു ആഖിറത്തിന് വേണ്ടിയുള്ള സംഘടനയാണെന്ന വിശ്വാസത്തിലാണ് SKSSFൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ സമസ്ത മുശാവറയുടെ മിനിറ്റ്സ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. ഈ പ്രസംഗിച്ച നിങ്ങളെ നേതാക്കളെയും കൂട്ടി വന്നിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ അതാ ചോദിക്കുന്നു. ഈ SKക്കാർ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജമിയത്തുൽ ഉലമ എന്ന പേരിൽ പറയപ്പെടുന്ന സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു പ്രായം ചെന്ന പണ്ഡിതനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രസിഡന്റിനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വൈസ് പ്രസിഡന്റിനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയെ മുടക്കാൻ പോയ സെക്രട്ടറിയെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് സെക്രട്ടറിയെ കൂട്ടിയിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങളിൽ ആൺകുട്ടികളുണ്ടോ? ഞങ്ങളെ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തൂലേ? മിനിറ്റ്സ് എന്നത് ആഖിറത്തിൽ പോയിട്ട് നോക്കേണ്ട സംഗതിയല്ല. ഓഫീസിൽ പോയാൽ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഒറ്റക്ക് പോയാൽ കാണിക്കൂല. അതിനെന്നെ വിളിച്ചോ, അല്ലെങ്കിൽ KK ഉസ്താദിനെ വിളിച്ചോ, ഞങ്ങളെ നേതാക്കന്മാരെ വിളിക്കേണ്ട. ഞങ്ങളൊക്കെ മുശാവറയിലെ അംഗങ്ങളാണ്. മഹാനായ ഉള്ളാൽ തങ്ങളും കാന്തപുരം ഉസ്താദുമൊക്കെ ഞങ്ങളുടെ നേതാക്കളാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ? നിങ്ങളുടെ സമസ്ത മുശാവറയിലെ 40 ആളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ ഈ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പച്ചക്കള്ളം സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഓരോ മഹല്ലത്തിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഈ ഉള്ളുകളിൽ പറയാതെ നിവൃത്തിയില്ല, നിങ്ങളെ ഈ കള്ളം വെളിച്ചത്തിടാതെ നിവൃത്തിയില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ വലിയ നേതാവ്, അയാൾ ഉസ്താദിനെ വിളിക്കുന്നത് സിന്ദീഖ്. അതൊന്ന് കേട്ടോളി. മുടി കൊണ്ടുവന്ന കാന്തപുരത്തെ പറ്റി സംബന്ധിച്ച് ചെമ്മാട്ട് നടന്ന വലിയൊരു പരിപാടിയിൽ സിന്ദീഖ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ വിശേഷണത്തിന് അടിവര ഇട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ കപടനായ ഭക്തൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കപടഭക്തൻ, സിന്ദീഖ്. എന്നാൽ മൗലവി ആരാണ് കപടഭക്തൻ എന്ന് കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ തെളിയിച്ചിട്ടില്ലേ? ഇന്ന് വരെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? അന്ന് ഞാൻ പ്രസംഗിച്ച CD കേൾപ്പിക്കുന്നു, കേട്ടോളൂ. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്ത് പെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് 60% ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനതുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ സനത് പിന്നെ പറയും. ചൊല്ലിച്ചില്ലേ? പറയട്ടെ,
പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാര് കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം, ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈന്ന്. ആധികാരികമായി ചെമ്മാട് എന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് അതിന്റെ പേരിൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞു. അതായത് JP കമ്മീഷൻ വ്യവസ്ഥയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് കായക്കൊടിയിലുള്ള മുസ്ലിയാര് ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പിരിവ്, ഇത് കമ്മീഷൻ ഉണ്ടാക്കാൻ പണിയാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിന് വേണ്ടി അത് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട് അള്ളാൻ തോഫീഖോടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും പോയി ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂറും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് തിരാനൂർ പോയിട്ട് തിരാനൂർ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബോംബെ പോയി വിരോധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ അല്ലെന്നില്ല, അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നിനും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിലും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാ ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് വാങ്ങൂല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം കണ്ടില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ വാങ്ങിയെടുക്കാം. ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് പറയുന്നല്ലോ. കായക്കൊടി മുസ്ലിം ഇപ്പൊ നാട്ടിലുണ്ട്. SSFകാരെയും അവരെ ജമിയത്തുൽ ഉലമ മുഴുവനും ഞാൻ വിളിക്കുന്നു കായക്കൊടിയിലേക്ക്. ഇബ്രാഹിം മുസ്ലിയാരോട് പോയിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ഒരു വലിയ സമ്മേളനം, ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ നിങ്ങളെ മുസാവറയിലെ പ്രധാന അംഗെന്ന് പറയുന്ന ഈ വിഷയത്തിന് മുഴുവൻ തിരികൊളിച്ച് നടക്കുന്ന ഈ കൂരിയാട്ടുകാരൻ മൗലവി പറഞ്ഞ കളവാണ് ഞാൻ കേൾപ്പിച്ചത്. ആ കളവിനെ സംബന്ധിച്ച് സത്യാവസ്ഥ ഇബ്രാഹിം മുസ്ലിയാർ ഞങ്ങളുടെ സംഘടനയുടെ ആളല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അനുകൂലിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടാ തോന്നുക. ആ ഇബ്രാഹിം മുസ്ലിയാരാ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കളവാണ്. ഇപ്പൊ ആരാ കപടഭക്ത മുസ്ലിയാരെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? തീർന്നില്ല. ഇയാളെ ഞാനൊരു വെല്ലുവിളിച്ചു. ആരെ? ഈ കൂരിയാട് മുസ്ലിയാരെ. ഇന്ന് വരെ മറുപടി പറഞ്ഞോ? നിങ്ങൾ പറയുന്ന SSF ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഞങ്ങൾ ആർക്കാ മറുപടി പറയേണ്ടത്? ചത്ത് കിടക്കുന്ന ശവത്തെ പോയി കുത്താൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് വരെ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾ കുറേ സ്ഥലത്ത് ബർക്കത്തുള്ള സാധനങ്ങളുണ്ട് ഇത് പറ്റി എണ്ണി. ഞാൻ ചോദിച്ചു അതിന്റെ സെനത് കാണിച്ചു തരുമോ? നിങ്ങൾ ചോദിച്ചു അതേ ചോദ്യം. നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ കഴിഞ്ഞോ? അത് വെച്ചു കൊടുത്താൽ അന്ന് ഞാൻ ചോദിച്ചു ചോദ്യം നോക്ക്, ആ വെല്ലുവിളി നോക്ക്. ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോകാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാൽ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ. അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിര ശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ